വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് നമ്മൾ കുക്കിംഗ് അല്ല, കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യണമാണ്. എൻ്റെ കിച്ചണിൽ എനിക്ക് കുറച്ച് പ്ലാന്റ്സ് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടെയുള്ള വലിയ ചട്ടികളിലുള്ള പ്ലാന്റ്സിൽ നിന്ന് കുഞ്ഞു പ്ലാന്റ്സ് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇൻഡോർ ആക്കിയിട്ടുള്ളത്. അതിലധികം ഞാൻ വെള്ളം അധികം ആവശ്യമില്ലാത്ത സാൻസവേരിയ, അതുപോലെ സക്ലൻറ്റ്, പിന്നെ മണി പ്ലാന്റ്, പിന്നെ ഒരു സി പ്ലാന്റ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹോളില്ലാത്ത ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹോളില്ലാത്ത ചട്ടിയാകുമ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ചെടികൾക്കൊക്കെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി അതല്ല, 1 മാസം വരേക്കും വെള്ളമില്ലാതെ ഒക്കെ അത് നിന്നോളും. ഫ്രഷ്നെസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്ലാന്റ് ആകുമ്പോൾ ഇടയ്ക്ക് കുറേശ്ശെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണതിനേക്കാൾ എത്രയോ നല്ലതല്ലേ കുറച്ച് ഇങ്ങനത്തെ പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ. പിന്നെ ഇതിൽ ഞാൻ ആകെ എടുത്തിട്ടുള്ളത് മണ്ണും മണലും മാത്രമാണ്. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ അങ്ങനത്തെ യാതൊന്നും എടുത്തിട്ടില്ല. കിച്ചണിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡോർ വെക്കുമ്പോൾ അങ്ങനത്തെ ബാക്കി വളങ്ങളധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിടയ്ക്ക് പുറത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് 19-19 അല്ലെങ്കിൽ നാനോ യൂറിയ ഒക്കെ പോലെയുള്ള വളങ്ങൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.